ഇന്നലെ നെഹ്റു ട്രോഫി അത്യാവേശപൂർവ്വമാണ് അവസാനിച്ചത്. ഫോട്ടോ ഫിനിഷിംഗ് ആയിരുന്നു. മില്ലി സെക്കൻഡുകൾക്ക് എങ്ങനെയാണ് ഒരു വള്ളംകളി മത്സരത്തിൽ പ്രാധാന്യമുണ്ടാവുക എന്ന് തെളിയിച്ച മത്സരമായിരുന്നു ഇന്നലത്തേത്. ഇന്നലെ 70ാമത് നെഹ്റു ട്രോഫിയിൽ 2ാം സ്ഥാനത്തെത്തിയ വിയപുരം ഒരു പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ 2ാമതെത്തിയതിൽ അട്ടിമറിയാണെന്നാണ് ആരോപണം. വില്ലേജ് ബോട്ട് ക്ലബ്ബ് ക്യാപ്റ്റൻ മാത്യു പൗവത്തിൽ ജില്ലാ കളക്ടർക്കും നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലത്തെ ആ മത്സര ദൃശ്യത്തിന്റെ അവസാന ഘട്ടം നമുക്കൊന്ന് കണ്ടുവരാം. ഫോട്ടോ ഫിനിഷിംഗ് ആണ്. എനിക്കൊന്ന് ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യം പ്രേക്ഷകർക്ക് കൊടുക്കാം. ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് വിയപുരമാണ്. കാരിച്ചാൽ ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ ആ പള്ളാത്തുരുത്തി നമുക്ക് ഒരിക്കൽ കൂടി ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക്. ആരാണ് മുന്നിൽ? മൈക്രോ സെക്കൻഡിങ് ഫിനിഷിംഗ് ആണ്. ഒരിക്കൽ കൂടി നമുക്ക് കാണാം. മൈക്രോ സെക്കൻഡിങ് ആ ഫിനിഷിംഗിലേക്ക് എങ്ങനെയാണ് കാരിച്ചാൽ എത്തുന്നതെന്ന് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാം. അതിനു മുമ്പ് നമുക്ക് ഈ പ്രതികരണം ഒന്ന് കേട്ടുവരാം. 4.29.79 സെക്കൻഡില് കാരിച്ചാലും വിയപുരവും ഒരുപോലെ വന്ന് ഫിനിഷ് ചെയ്തു. അത് അവിടുത്തെ ഡിവൈസിൽ TV-യിൽ എക്സിബിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മാറി കാരിച്ചാലിന് 4.29.75 മാറി. ആ സെക്കൻഡ്സ് അത് എങ്ങനെ ഇവര് കാൽക്കുലേറ്റ് ചെയ്തു? ഇത് കളക്ടർക്കും NTPRക്കും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്കും പിന്നെ ഞങ്ങൾ കോടതിയെ സമീപിക്കും. MLA ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചിത്രഞ്ജൻ ലാസ്റ്റ് വരെ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു. മാത്യു കുഴപ്പമില്ല, അത് നമുക്കിനിയിപ്പം നടപടിയായിട്ട് നിങ്ങൾ പോവും, അല്ലാതെ എന്നെ സംബന്ധിച്ചോളം എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്റെ ടെക്നിക്കൽ IEEEക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് നെഹ്റു ട്രോഫിയുടെ അവസാന ഫൈനൽ മത്സരം കഴിയുന്ന സമയത്ത് ആദ്യം ആ ബോർഡിൽ പ്രത്യക്ഷപ്പെട്ട ആ സമയത്തിന്റെ കണക്ക് കൂടി ഒന്ന് കണ്ടിട്ട് വരാം. വിയപുരം പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് നോക്കാം. ആദ്യം ഇതാണ് വന്നത്, കാരിച്ചാൽ പള്ളാത്തുരുത്തി എന്ന് പറഞ്ഞു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ 0.78 4 മിനിറ്റ് 29 സെക്കൻഡ് മില്ലി സെക്കൻഡ് നോക്കൂ. 785 എന്നുള്ളത് 7 നോക്കൂ. ഇതാണ് ആദ്യം തെളിയുന്നത്. നെഹ്റു ട്രോഫിയുടെ ജലോത്സവത്തിന്റെ ആദ്യം തെളിയുന്നത് ഇതാണ്. പക്ഷേ 4 മിനിറ്റ് 29 സെക്കൻഡ് 785, മറ്റത് 790. അതായത് 0.005 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് വിയപുരം 2ാമതെത്തിയത് എന്നുള്ളതാണ്. അനഘ, പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഈ കണക്ക് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന കണക്കാണ് ആദ്യം വന്നത്. ഈ മില്ലി സെക്കൻഡ് നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം വന്നേക്കുന്ന കണക്കിൽ 0.79 എന്നിങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ കണക്കിൽ നമുക്ക് കൃത്യമായ കണക്ക് കിട്ടാത്തത് കൊണ്ട് കൂടുതൽ സൂക്ഷ്മമായ കണക്കെടുത്തുകൊണ്ട് 0.785 0.790 എന്നിങ്ങനെ കണക്കാക്കുകയായിരുന്നു. അതായത് 0.79 രണ്ടുപേരും ആക്ച്വലി. അതിൽ 0.005 വ്യത്യാസം മാത്രമേ കാരിച്ചാലിന് അനുകൂലമായിട്ടുള്ളൂ. അഥവാ അത്രയും മുൻപ് മാത്രമാണ് കാരിച്ചാൽ വന്നത്. അത് ആദ്യഘട്ടത്തിൽ അത്രയും വ്യത്യാസം ഉണ്ടാവില്ലെന്ന കണക്കിലെടുത്തുകൊണ്ട് ആ സമയം ആദ്യത്തെ ടൈമറിൽ വന്നത് ആ സമയമായതുകൊണ്ടാണോ അങ്ങനെ പ്രദർശിപ്പിച്ചത്? ഈ വിയപുരം പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പക്ഷേ നമുക്ക് ആ ഡിജിറ്റലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോയപ്പോഴാണ് 0.005 മില്ലി സെക്കൻഡിൻ്റെ വ്യത്യാസമുള്ളതായി സംഘാടകർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ്. ഇതെന്താണ് വിയപുരത്തിൻ്റെ ഒരു ആവശ്യം? എന്താണ് കാരിച്ചാൽ പക്ഷം പറയുന്നത്? ഇന്നലെ നടന്ന നെഹ്റു ട്രോഫി വിജയം കോടതി കയറുകയാണ് അരുൺകുമാർ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മുൻപും നെഹ്റു ട്രോഫി ഉണ്ടായിട്ടുണ്ട്, അപ്പോഴും തർക്കമുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തർക്കമുണ്ടായിക്കഴിഞ്ഞ് മിനിറ്റുകൾക്കകം തന്നെ വിജയികളെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവിടെയാണ് ആദ്യത്തെ സംശയം ഉടലെടുക്കുന്നത്. ഇന്നലെ മിനിറ്റുകൾക്ക് വ്യത്യാസമുണ്ടായിരുന്ന ഈ കൈനകരി പരാതി ഉന്നയിച്ച സമയത്തൊക്കെ തന്നെ ആ പരാതി ഉന്നയിച്ച് മിനിറ്റുകൾക്കകം തന്നെ കാരിച്ചാലിനെ വിജയായി പ്രഖ്യാപിച്ചു. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ സംശയം ഉയരുന്നത്. പിന്നൊന്ന്, ഈ സമയത്തിന്റെ ആദ്യം ഈ ബോർഡിൽ പ്രദർശിപ്പിച്ച സമയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു സംശയമാണ്. ഒറ്റയടിക്ക് ഒരേ സമയത്തിൽ കാരിച്ചാലും കൈനകരിയും ഒരേ സമയത്തിലാണ് ആ ബോർഡിൽ തെളിഞ്ഞത്. പിന്നീട് ഒറ്റയടിക്ക് അത് കാരിച്ചാലിന് അനുകൂലമായി ആ ബോർഡിൽ സമയം തെളിയുകയുണ്ടായി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സമയം മാറ്റം ഉണ്ടായത് എന്നാണ് ഇവർ തന്നെ ചോദിക്കുന്നത്.
ചോദിക്കുന്നത്. അതായത് പക്ഷേ എന്ത് വെച്ച് അവിടെ ഉണ്ടായിരുന്നത് 29 സെക്കൻഡ് 785 മില്ലി സെക്കൻഡ് എന്നത് അതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ടൈമർ വെച്ച് നോക്കുമ്പോൾ കൃത്യമായ ടൈമിംഗ് ആദ്യത്തെ ഈ ഡിജിറ്റിൽ കാണുന്നത് 2 അക്കം മാത്രമുള്ള ഡിജിറ്റാണ്. 0.785 എന്നതിന് പകരം 0.79 ആക്കിയാണ് ആ ഡിജിറ്റ് കണ്ടത്. പിന്നീടാണ് 0.005 മില്ലി സെക്കൻഡിന്റെ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ഒരുപക്ഷെ ആ ഡീറ്റെയിലിംഗിൽ പോയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അറിയാൻ സാധിച്ചത്. ആ ടൈമർ വെച്ചതുകൊണ്ടാണ് എന്നൊരു കാര്യം വേണമെങ്കിൽ കാരിച്ചാലിന് പറയാനും സാധിക്കും. ഈ സംശയമുണ്ടാവുന്നത് വളരെ പെട്ടെന്ന് ഈ ഡിജിറ്റ് തെളിഞ്ഞു എന്നതുകൊണ്ടാണോ? വളരെ പെട്ടെന്ന് വിജയം പ്രഖ്യാപിച്ചു, കുറച്ച് സമയമെടുത്ത് ഇത് ഡീറ്റെയിൽ അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് ഇത് ബോർഡിൽ തെളിയിക്കണമായിരുന്നു എന്നതാണോ വിയപുരത്തിന്റെ ആവശ്യം? അതെ അരുൺകുമാർ, അതായത് ഒരു പരാതി ഉയരുമ്പോൾ ആ സാഹചര്യത്തിൽ ഈ പരാതി ഉന്നയിച്ചവരെ കേൾക്കാൻ ഈ സമിതി തയ്യാറായില്ല എന്നതാണ്. മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട ക്യാപ്റ്റനെ വിളിച്ചു വരുത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നും തന്നെ ഈ നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായില്ല. ഒറ്റയടിക്ക് തന്നെ കാരിച്ചാൽ വിജയിയായി ഇവർ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അവിടെയാണ് ഈ കൈനഗിരി ബോട്ട് ക്ലബിനടക്കം വലിയ രീതിയിലുള്ള പരാതി ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കലക്ടർക്കും മറ്റേ NTBRനടക്കം പരാതിയുമായി പോയിട്ടുണ്ട്. മുൻപ് ഇത്തരത്തിൽ നെഹ്റു ട്രോഫി വിജയവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായ സമയത്ത് ഈ കോടതിയിൽ പോയി പിന്നീട് ഈ വിജയം അല്ലാതെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലാണ് ഇവരുടെ പ്രതീക്ഷ. എന്തായാലും ഈ ഏറ്റവും ഉയരുന്നൊരു സംശയം, ആദ്യം ഒരേ രീതിയിൽ സ്ക്രീനിൽ തെളിഞ്ഞ സമയം പിന്നീട് ഒറ്റയടിക്ക് എങ്ങനെ മാറി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആ കാൽക്കുലേഷനിൽ എത്തിയത്? പക്ഷെ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ മില്ലി സെക്കൻഡ് വ്യത്യാസമൊന്നും അളന്നെടുക്കുക സാധ്യമല്ല. 0.005 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് അത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആ ഫൈനൽ മത്സരത്തിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വിയപുരവും കാരിച്ചാലും പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. ആ ദൃശ്യത്തിൽ ഫുൾ സ്ക്രീനിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർ നോക്കൂ ആർക്കാണ് അനുകൂലം. ആ ദൃശ്യങ്ങളിൽ പക്ഷേ കാരിച്ചാൽ ഈ മില്ലി സെക്കൻഡിന് മുന്നിൽ ആകണോ എന്നൊരു സംശയമുണ്ടാവും. പക്ഷെ നമുക്കത് ഈ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴാണ് അങ്ങനെ മനസ്സിലാവുക. പക്ഷെ കണക്കിൽ പറയുന്നത് രണ്ടുപേരും 2 ഡിജിറ്റ് മാത്രം എടുത്താൽ 4 മിനിറ്റ് 29 സെക്കൻഡ് 0.79 മില്ലി സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് 3 ഡിജിറ്റിലേക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ കാരിച്ചാലിന് അനുകൂലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഈ ഫോട്ടോ ഫിനിഷിങ്ങിൽ നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നതും. പക്ഷേ നെഹ്റു ബോട്ട് റേസിലെ ഈ വള്ളംകളി മത്സരം ഇപ്പോൾ കോടതി കയറാൻ പോകുന്നുവെന്നാണ് അനഘ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ അത്യാവേശം നിഴലിച്ചു നിന്ന മത്സരമായിരുന്നു. ആദ്യന്തം മനോഹരമായ കാഴ്ചകളാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി നമുക്ക് ഇന്നലെ ലഭിച്ചത്. 19 ചുണ്ടൻ വള്ളങ്ങളടങ്കം 74 വള്ളങ്ങൾ ഇന്നലെ മാറ്റുരച്ചു പുന്നമടക്കായലിൽ അക്ഷരാർത്ഥത്തിൽ തീപിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിൻ്റെ ഫോട്ടോ ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ 2ാം സ്ഥാനത്തേക്ക് 0.005 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 0.005 സെക്കൻഡിൻ്റെ ആനുകൂല്യത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ 1ാം സ്ഥാനത്തേക്ക് എത്തി നെഹ്റു ട്രോഫി സ്വന്തമാക്കി. നെഹ്റു ട്രോഫിയുടെ ഫോട്ടോ ഫിനിഷിങ്ങിൽ തർക്കം പരാതി നൽകിയിട്ടുണ്ട്. NTBRന് കോടതി കയറാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നൊരു വാർത്ത. നെഹ്റു ട്രോഫി വള്ളംകളി കോടതി കയറാൻ പോകുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ.